പനീർപൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി രവീന്ദ്രന്റെ അടുത്തേക്ക് വന്ന് കൊടുത്തു ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛൻ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് കാൽക്കൽ വീഴാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ അവനെ പിടിച്ചു തടയുന്നുണ്ട്. എടാ, എന്താ നീ കാണിക്കുന്നത്, എന്റെ കാലൊന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സച്ചി അങ്ങ് പിടിച്ചെഴുന്നേൽപ്പിക്കാണ്. സച്ചി സങ്കടത്തോടെ വീണ്ടും മാപ്പ് പറയും. ശരത്തിന്റെ ഭാവി ഓർത്തുകൊണ്ടാണ് അച്ഛാ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന്. അവന്റെ ജീവിതം നശിച്ചു പോകരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും. ആ ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് അർജന്റായിട്ട് എവിടെയോ പോവാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ എന്നെ ഇന്നലെ തന്നെ അവിടെ നിന്നും വിട്ടേനെ, എനിക്ക് ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ലായിരുന്നു അച്ഛാ, സോറി എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ മാപ്പപേക്ഷിക്കുകയാണ്. എന്റെ അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത് എന്ന് സച്ചി സങ്കടത്തോടെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന രേവതിയും കൂടെ ചേരും. അച്ഛാ, എനിക്ക് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് സച്ചിയേട്ടനോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ അച്ഛാ എന്ന് രേവതിയും വിതുമ്പിക്കൊണ്ട് പറയും. അന്നേരം രവീന്ദ്രൻ ശാന്തനായിക്കൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും ഒട്ടും ദേഷ്യമില്ല, പക്ഷേ രണ്ടുപേരും കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡ്രാമയൊക്കെ കളിക്കാൻ പോയത് എന്ന് രവീന്ദ്രൻ ചോദിക്കാണ്. ശരത്തിനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛാ, അതും നമ്മുടെ കുടുംബം തന്നെയല്ലേ എന്ന് അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത് എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. രവീന്ദ്രൻ അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി, നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ അത് നീ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത വഴിയുണ്ടല്ലോ, അതൊട്ടും ശരിയല്ല. നിനക്കല്ലെങ്കിൽ തന്നെ എപ്പോഴും പോലീസ് സ്റ്റേഷനിലാണെന്ന് ആ ഒരു ചീത്തപ്പേര് ഇവിടെയുണ്ട്, അത് നീയായിട്ട് ഇനിയും കൂട്ടിക്കൊടുക്കരുത്. എന്തിനാണ് സച്ചി ഇങ്ങനെ നാടകങ്ങൾക്ക് കളിക്കുന്നത്? ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന വിജയങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. അധികകാലം ആരെയും നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല സച്ചി. നേർവഴിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അല്ലാത്ത രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് രവീന്ദ്രൻ അവനെ ഉപദേശിച്ചു. ഇതേ പറ്റിയിട്ടാണ് അച്ഛാ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ജയിലിൽ കിടന്ന് ആലോചിച്ചു കൊണ്ടിരുന്നത് എന്ന് സച്ചി വിനീതമായിട്ട് പറയുമ്പോൾ രവീന്ദ്രൻ അത് കേട്ട് പതുക്കെ അങ്ങ് ചിരിക്കും. ആ ചിരിയോടുകൂടെ തന്നെ രവീന്ദ്രന്റെ ദേഷ്യം അങ്ങ് അലിഞ്ഞില്ലാതാവാണ്. അച്ഛൻ ചിരിച്ചു, അച്ഛൻ ചിരിച്ചു എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയുമ്പോഴേക്കും രവീന്ദ്രന്റെ സ്നേഹത്തോടു കൂടെ തന്നെ അവനെ അവിടെ നിന്നങ്ങ് ആട്ടാണ്. പോടാ, പോയി കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് അകത്തേക്ക് പോയി. കണ്ടോ, എന്റെ അച്ഛന്റെ ദേഷ്യമെല്ലാം മാറിയെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതി സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണ്. അപ്പോഴെന്നെ സച്ചി ഉടനെ പറയുന്നുണ്ട്, ദാ വരുന്നു, ഇനി എല്ലാ കുറ്റങ്ങളും നിന്റെ തലയിലേക്ക് ഒറ്റങ്ങ് കയറ്റി വെച്ചോ നീ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രേവതി, നീ പോയിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. സച്ചിയേട്ടൻ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കാമെന്നും പറഞ്ഞ് രേവതി മറുപടി പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വർഷയായിരിക്കും. വർഷയാണെങ്കിൽ പൊതിച്ചു മൂടി ഒട്ടും സുഖമില്ലാതെ അങ്ങനെ ഉറങ്ങിക്കിടക്കാണ്. അപ്പുറത്ത് ശ്രീകാന്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വർഷ പതുക്കെ എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്നത്, ശ്രീകാന്ത് ഇത് എങ്ങോട്ടേക്കാ ഈ സമയത്ത് പോകുന്നത് എന്ന്. ഞാൻ ജോലിക്ക് പോവാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷക്ക് ദേഷ്യം വന്നു. ഇവിടെ ഒരാൾ പനിച്ചു വിറച്ച് കിടക്കാണ്, അപ്പോഴും ശ്രീകാന്തിന് ജോലിക്ക് പോകണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തൊട്ടു നോക്കി. അയ്യോ, നിനക്ക് നല്ല പനിയുണ്ടല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പരിഭവം പറയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം ശ്രീകാന്തിന് അറിയാനല്ലേ, ഞാൻ ഈ സമയത്ത് എപ്പോഴും എഴുന്നേറ്റ് ഡബ്ബിങ്ങിന് പോകാറുള്ളതല്ലേ, പിന്നെന്താ ഇന്ന് പോകാത്തതെന്ന് ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. നീ എന്തിനാ വർഷ ഇങ്ങനെ ചൂടാവുന്നത്, നിനക്കിന്ന് ഡബ്ബിങ് ഇല്ല എന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ട് നീ സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ശല്യപ്പെടുത്താത്തതെന്ന് ശ്രീകാന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ അതിനൊന്നും സമ്മതിക്കില്ല. വേണ്ട, ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മതി, പക്ഷേ നീയും ജോലിക്ക് പോവണ്ട, എൻ്റെ കൂടെ ഇവിടെ വന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വർഷ വാശി പിടിക്കാണ്. അയ്യോ, എനിക്കെങ്ങനെ ഇരിക്കാനാണ്, എനിക്ക് ജോലിക്ക് പോകണം, ഇന്ന് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല വർഷ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞിട്ടും വർഷ അതിനൊന്നും സമ്മതിക്കില്ല. എന്താ ശ്രീകാന്ത്, ഇത് നിന്റെ വൈഫ് ഇവിടെ സുഖമില്ലാതെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? ഞാൻ എൻ്റെ വീട്ടിലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ എന്നെ വിട്ട് ഒരിടത്തേക്കും പോവില്ലായിരുന്നു. എനിക്ക് അസുഖം വരുമ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ വേണം. നീ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ലീവ് പറ, അല്ലെങ്കിൽ ആ ഫോൺ എങ്ങ് തന്നെ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് വർഷ ഭയങ്കര അങ്ങ് വാശി കാണിക്കാണ്. വർഷയുടെ വാശിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് പെട്ടെന്ന് പ്രിയയുടെ കോള് വരുന്നത്. കൊണ്ടുവാ, ഞാൻ പറയാം, നിന്റെ പ്രിയ മാഡം അല്ലേ, ഞാൻ തന്നെ മാഡത്തിനോട് ലീവ് ചോദിക്കാമെന്ന് പറഞ്ഞ് വർഷ ദേഷ്യത്തോട് പറയുമ്പോൾ അയ്യോ നീ ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. ശ്രീകാന്ത്, നീ എവിടെയാണെന്ന്, സമയം എത്രയായി, എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത് എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വീട്ടിലാണെന്ന് പറഞ്ഞു. പ്രിയക്കത് കേട്ടപ്പോൾ ആകെ ടെൻഷനാവുകയാണ്. പെട്ടെന്ന് വരാൻ നോക്കിയെന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ലീവ് തരാമോ എന്ന് ചോദിക്കാണ് ശ്രീകാന്ത്. എന്ത് ലീവോ? ശ്രീകാന്തിന് അറിയാവുന്നതല്ലേ, വലിയൊരു ഓർഡറാണ് ഇന്ന് നമുക്ക് തീർക്കാനുള്ളത്, എന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ലീവ് ചോദിച്ചാൽ എങ്ങനെയാണ്? ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പ്രിയ കർശനമായി തന്നെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവും മാഡം,
പക്ഷേ എൻ്റെ ഭാര്യയ്ക്കൊട്ടും സുഖമില്ല. അതുകൊണ്ട് ഈ ഒരു ദിവസത്തേക്ക് മാത്രം എനിക്ക് ലീവ് വേണമെന്ന് ശ്രീകാന്ത് അപേക്ഷിക്കുമ്പോഴും പ്രിയ അതിനൊന്നും തന്നെ വഴങ്ങുന്നില്ല. ശ്രീകാന്ത് ഇല്ലാതെ ഒന്നിനും പറ്റില്ല. ഈ ഓർഡർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ നമുക്ക് ഇനിയും കിട്ടും. ഇതിന്റെ മൊത്തം ചുമതല ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് നീ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രിയ ദേഷ്യപ്പെടും. സമയത്തിന് ഫുഡ് എത്തിക്കണം, ശ്രീകാന്ത് വന്ന് എല്ലാം ചെക്ക് ചെയ്യണമെന്നൊക്കെ പ്രിയ പറയുമ്പോൾ വൈഫിന് വയ്യാത്തത് കൊണ്ടാണെന്ന് ശ്രീകാന്ത് വീണ്ടും പറഞ്ഞു നോക്കി. അന്നേരം പ്രിയ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങളുടെ വൈഫല്ലല്ലോ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നത്, ശ്രീകാന്ത് അല്ലേ? പിന്നെ നിങ്ങളുടേതൊരു ജോയിന്റ് ഫാമിലി അല്ലേ? ശ്രീകാന്ത് ഇല്ലെങ്കിലും അവിടെ നോക്കാൻ ഒരുപാട് പേരില്ലേ? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വലിയ ഓർഡറാണിത്. ശ്രീകാന്ത് ഇവിടെ വേണം. എൻ്റെ ഡാഡി നിന്നോട് എന്താണ് പറഞ്ഞത്? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നല്ലേ? എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം. ഐ നീഡ് യു എന്നൊക്കെ ഇങ്ങനെ പ്രിയ കട്ടായം പറയാണ്. ശ്രീകാന്തിന് പിന്നെ മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. കാരണം പ്രിയ സമ്മതിക്കില്ല. ഓക്കെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ഫോണങ്ങ് കട്ട് ചെയ്തു. ഇത് കേൾക്കുന്ന വർഷക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീകാന്ത് കേട്ടില്ലല്ലോ. നിനക്ക് എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല, വർഷ ആക്രോശിച്ചു. പ്രിയ പറഞ്ഞത് നീയും കേട്ടതില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവൾ എന്തിനാണ് നിന്റെ അടുത്ത് ഇത്രമാത്രം അധികാരം കാണിക്കുന്നത് എന്ന് വർഷ ചോദിച്ചു. ഐ നീഡ് യു എന്നൊക്കെ പറയാൻ അവൾക്ക് എന്ത് അവകാശമാണുള്ളത്? അവളുടെ പ്രോഫിറ്റിൽ നിന്ന് വല്ല ഷെയറും നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വർഷ പരിഹസിച്ചു. പ്രിയ ചാർജ് എടുത്തതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ ഓർഡറാണിത്. അത് കൃത്യമായി ചെയ്തു കൊടുക്കണ്ടേ വർഷ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതൊക്കെ അവരുടെ പ്രശ്നമാണെന്ന് വർഷ പറയും. ഒരു എംപ്ലോയി എമർജൻസി ആയിട്ട് ലീവ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ അവൾ ആരാണ്? നീ ജോലിക്ക് പോകണ്ട എന്ന് വർഷ വീണ്ടും വാശി പിടിച്ചു. ഞാൻ അവിടുത്തെ തൊഴിലാളിയല്ലേ, പോവാതിരിക്കാൻ എങ്ങനെയാ? എനിക്ക് ജോലി തന്നെ പോവാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ജോലി പോട്ടെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതല്ലേ എന്ന് വർഷ പറയുമ്പോൾ, വർഷേ നീ എന്താ കാര്യങ്ങൾ ഇത്ര സില്ലിയായിട്ട് കാണുന്നത്? ഒരു ഹോട്ടൽ തുടങ്ങാൻ എത്ര സമയമെടുക്കുമെന്ന് നിനക്കറിയാലോ? അത്രയും കാലം ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണമെന്നാണോ എന്ന് ചോദിച്ച് ശ്രീകാന്ത് അങ്ങ് ദേഷ്യപ്പെടും. നിന്നോട് ജോലിക്ക് പോയി സമ്പാദിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വർഷ തിരിച്ചു പറയാണ്. എനിക്ക് ജോലിക്ക് പോവാതിരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ എൻ്റെ പ്രൊഫഷനാണ്. എൻ്റെ പ്രൊഫഷനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ശ്രീകാന്ത് തറപ്പിച്ചു പറഞ്ഞു. നീ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കില്ലേ എന്ന് വർഷ ചോദിച്ചപ്പോൾ ഞാനില്ലെങ്കിൽ പ്രിയ മാഡം ഒരുപാട് ബുദ്ധിമുട്ടുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് മറുപടി നൽകി. അന്നേരം നിന്റെ വൈഫ് ഇവിടെ സുഖമില്ലാതെ ബുദ്ധിമുട്ടുന്നത് നിനക്ക് കാണുന്നില്ലേ? നിനക്കതൊരു പ്രശ്നമല്ല. പ്രിയ മാഡത്തിന്റെ ബുദ്ധിമുട്ടാണോ നിനക്ക് വലുത് എന്ന് വർഷ ചോദിക്കാണ്. ഇവിടെ നിറയെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ രേവതി ചേച്ചിയോട് പറഞ്ഞിട്ട് പോവാം. നീ പേടിക്കണ്ട, ഗുളിക കഴിച്ചു കിടക്കുമ്പോൾ സുഖമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയുമ്പോൾ രേവതി ചേച്ചിയല്ല, എൻ്റെ ഭർത്താവ് നീയാണ് എന്ന് വർഷ ഓർമ്മിപ്പിച്ചു. എന്നെ ഒന്ന് മനസ്സിലാക്ക് വർഷേ, എന്നെ ഒന്ന് മനസ്സിലാക്ക് വർഷേ. എനിക്ക് വയ്യാതിരിക്കുമ്പോൾ നിനക്കൊരു എമർജൻസി ഡബ്ബിക്ക് വരികയാണെങ്കിൽ നീ പോവില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ പോവില്ല, എത്ര വലിയ വർക്കായാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് വർഷ മറുപടി നൽകി. അവർ എന്നെ വിശ്വസിച്ചാണ് വലിയ ഓർഡർ എടുത്തത്. ഞാൻ പോയില്ലെങ്കിൽ അത് ചതിയായിരിക്കും. ഞാൻ പോയിട്ട് വേഗം തന്നെ വരാമെന്ന് ശ്രീകാന്ത് അപേക്ഷിച്ചു. വർഷ വിട്ടുകൊടുക്കുന്നില്ല. എങ്കിലും പ്ലീസ് എന്നോട് ക്ഷമിക്ക്, ഞാൻ വേഗം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി. അന്നേരം വർഷ പിന്നെ ഒന്നും മിണ്ടാതെ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അങ്ങനെ വർഷ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ബാഗ് വലിച്ചുകൊണ്ട് തന്നെ പോകുന്ന വർഷയെ കണ്ടുകൊണ്ട് രേവതി ചോദിക്കുന്നുണ്ട്, വർഷേ നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന്. ശ്രീകാന്ത് നിന്നോട് കൂട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ നീ കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട രേവതി ചേച്ചി എന്ന് പറഞ്ഞ് വർഷ പോവാൻ തുടങ്ങുമ്പോൾ ഈ ബാഗൊക്കെ ആയിട്ട് നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിക്കാണ് രേവതി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ചേച്ചി എന്ന് പറഞ്ഞ് വർഷ പോവും. നിനക്ക് വയ്യാതിരിക്കല്ലേ, നീ ഇപ്പോൾ പോയിട്ട് റെസ്റ്റ് എടുക്ക്, വീട്ടിലേക്ക് പിന്നെ പോവാമെന്നൊക്കെ പറഞ്ഞ് രേവതി തടയാൻ നോക്കുമ്പോൾ ഇല്ല, എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്നതിന് ഇഷ്ടമല്ല എന്ന് വർഷ പറഞ്ഞു. അതോടെ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് രേവതിക്ക് മനസ്സിലായി. എന്തു പറ്റി വർഷ എന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ രേവതി ചേച്ചി എന്ന് വർഷ ചോദിക്കും. അതൊരിക്കലും തെറ്റല്ല വർഷ എന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുമ്പോൾ പക്ഷേ ശ്രീകാന്തിന് അതൊരു വിഷയമല്ല. ഞാൻ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. എനിക്ക് ജോലിയുണ്ട്, പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി ചേച്ചി എന്ന് വർഷ വിതുമ്പിക്കൊണ്ട് പറയാണ്. അവൻ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ജോലിക്ക് പോയതായിരിക്കുമെന്ന് രേവതി ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈഫിന് വയ്യാതിരിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണോ അവന് ജോലിയെന്ന് വർഷ തിരിച്ചു ചോദിച്ചു. അവന് ജോലി മതിയെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്നും ഇറങ്ങി. രേവതി പുറകെ ഓടിയിട്ട് തടയുന്നുണ്ട്. ശ്രീകാന്തിന് കെയറിംഗ് ഉള്ളത് കൊണ്ടല്ലേ എന്നോട് നിന്നെ നോക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കെയറിംഗ് തരേണ്ടത് എൻ്റെ ഭർത്താവാണ്, ചേച്ചിയല്ല എന്ന് പറയാണ് വർഷ. എനിക്ക് വേണ്ടി ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ അവന് പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വർഷ ബാഗുമായി നീങ്ങി. നിക്ക് വർഷേ, ഞാൻ ശ്രീകാന്തിനെ വിളിക്കട്ടെ, അവൻ വരുമെന്ന് രേവതി പറയുമ്പോൾ അവൻ എന്നോട് ഒട്ടും സ്നേഹമില്ല ചേച്ചി,
അന്ന് രേവതി ചേച്ചിയുടെ തലയിൽ അടി കിട്ടിയപ്പോൾ സച്ചിയേട്ടൻ ഒരു ദിവസം പോലും ജോലിക്ക് പോവാതെ കൂടെ നിന്നില്ലേ? അതാണ് സ്നേഹം. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാണ്, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അവന് വേണ്ടി വീട്ടുകാരെ പോലും തള്ളിപ്പറഞ്ഞവളാണ് ഞാന്. എന്നിട്ട് ഇന്ന് അവൻ എന്നെ ഒറ്റക്കാക്കി പോയി എന്ന് പറഞ്ഞ് വർഷ കരയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനും പോവാണെന്ന് പറഞ്ഞ് വർഷം മുന്നോട്ട് നീങ്ങി. രേവതി പുറകെ ഇങ്ങനെ ഓടുമ്പോഴാണ് ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. മോളിതെങ്ങോട്ടേക്കാണെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ് ആൻറ്റി എന്ന് വർഷ പറഞ്ഞു. മോളുടെ വീട് ഇത് തന്നെയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇതെന്റെ വീടല്ല, ഇത് ശ്രീകാന്തിന്റെ വീടാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് വർഷ തറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതി തടയാൻ നോക്കുമ്പോൾ ആൻറ്റി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വർഷ വാശി പിടിച്ചു. ചന്ദ്രമതി അപ്പോൾ രേവതിയുടെ നേരങ്ങ് തിരിയാണ്. എന്താണ് നീ ഇവളെ എന്തെങ്കിലും പറഞ്ഞോ? ഇവളുമായിട്ട് നീ തല്ലുണ്ടാക്കിയിട്ടാണോ ഇവള് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാത്തിനും എന്നെ കുറ്റം പറയല്ലേ എന്ന് പറയാണ്. ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വർഷ പോകുന്നത് എന്ന് രേവതി പറഞ്ഞു. ശ്രീകാന്ത് അങ്ങനെ വഴക്കിടുന്ന ആളല്ലല്ലോ എന്ന് ചന്ദ്രമതി അത്ഭുതപ്പെടുമ്പോൾ അപ്പോ ഞാനാണോ വഴക്കാളി എന്നാണോ ആന്റി പറയുന്നത് എന്ന് വർഷ ചോദിക്കാണ്. ചന്ദ്രമതി അവളെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വർഷ വേഗം ബാഗും തൂക്കി അവിടെ നിന്നും പോവാൻ നോക്കി. ബാഗും തൂക്കി ഇപ്പൊ വീട്ടിലേക്ക് ചെന്ന വീട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ആന്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നിങ്ങളുടെ മകന് എന്നെ ബോറടിച്ചു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുന്നു എന്ന് പറഞ്ഞ് വർഷ പടിയിറങ്ങി. ചന്ദ്രമതിയും രേവതിയും തടയാൻ നോക്കിയെങ്കിലും വർഷ നിൽക്കുന്നില്ല. ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചിയെ കണ്ടപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവൾ എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ പോകുന്നത് കണ്ടില്ലേ? എനിക്കിവിടെ ഒരു വിലയുമില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ അടക്കി ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. സച്ചിക്ക് അപ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ്. ദേ നിൽക്കുന്ന ഒരുത്തൻ, നീ പറയുന്നതിനൊക്കെ തലയാട്ടി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവനെ പരിഹസിച്ചു. ആദ്യം ആ ശ്രീകാന്തിനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇതുപോലൊരുത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്. എന്റെ ഫോൺ എവിടെ? ഇപ്പൊ തന്നെ ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോൺ എടുത്തു. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വർഷ ബാഗുമായി പോകുന്നത് കണ്ടല്ലോ എന്നൊക്കെ പറയാണ് സച്ചി. അവർ തമ്മിൽ തല്ലുണ്ടാക്കി, അതുകൊണ്ട് വർഷ വീട്ടിലേക്ക് പോയി എന്ന് രേവതി പറയുമ്പോൾ ശ്രീകാന്തിനെ തല്ലു പിടിക്കാനൊക്കെ അറിയാമോ എന്ന് സച്ചി തമാശയായി ചോദിക്കാണ്. രേവതി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തിനാ അവർ വഴക്കിട്ടത് എന്ന് ചോദിക്കാണ് സച്ചി. വർഷക്ക് നല്ല പനിയാണ്, കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ടും ശ്രീകാന്ത് ജോലിക്ക് പോയി എന്ന് രേവതി പറയുമ്പോൾ അവൻ അങ്ങനെ ചെയ്തോ? വൈഫിന് സുഖമില്ലെങ്കിൽ കൂടെ നിൽക്കണ്ടേ എന്ന് സച്ചിയും ചോദിച്ചു. ശ്രീകാന്തിന് എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് രേവതി പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. വർഷ സുഖമില്ലാതെ പോയതിൽ സങ്കടമുണ്ടെന്ന് സച്ചി പറഞ്ഞു. അവൾ അവളുടെ വീട്ടിലേക്കല്ലേ പോയത്, ദേഷ്യം തീരുമ്പോൾ അവൾ തിരിച്ചു വന്നോളും. നീ എനിക്കൊരു കാപ്പി എടുത്തു തരാനും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോവാണ്. പിന്നീട് ഹോട്ടലിൽ വിഷമിച്ച് നിൽക്കുന്ന ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. പ്രിയ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത് ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് എന്ന്. ഒന്നുമില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞുവെങ്കിലും പ്രിയക്ക് എല്ലാം തന്നെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ വൈഫിന് സുഖമില്ലാഞ്ഞിട്ടും ഞാൻ ലീവ് തന്നില്ലല്ലോ, പക്ഷേ എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കണം ശ്രീകാന്ത് എന്ന് പ്രിയ പറയാണ്. ശ്രീകാന്ത് ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടക്കുന്നത്. എനിക്കിവിടം പുതിയതല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാശി പിടിച്ചതെന്നും പ്രിയ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും വൈഫിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പ്രിയ ഉപദേശിച്ചിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോഴാണ് ചന്ദ്രമതിയുടെ കോള് വരുന്നത്. എടാ ശ്രീകാന്തെ, നിന്റെ ഭാര്യ കാണിക്കുന്നതൊന്നും ശരിയല്ലട്ടോ, ചന്ദ്രമതി പറഞ്ഞു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾക്ക് സുഖമില്ലാതിരിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് തന്നെ സുഖമില്ലാത്തവളാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചന്ദ്രമതി ചോദിച്ചു. ബാഗും എടുത്ത് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രീകാന്ത് ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. നിന്റെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്ന് ചന്ദ്രമതി പറയും. അമ്മേ, അവൾക്ക് പനിയാണ്, ഞാൻ കൂടെ ഇരിക്കാത്തത് കൊണ്ടാണ് അവൾ പോയത് എന്ന് ശ്രീകാന്ത് വിഷമത്തോടെ പറയും. അവൾ നിന്നെയും എന്നെയും ചീത്ത പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയതെന്ന് ചന്ദ്രമതി കൂട്ടിച്ചേർത്തു. അവൾക്ക് നിന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് അവളുടെ കൂടെ ഇരിക്കണമെന്നാണോ? നീ എന്താടാ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. ജോലി കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ വരാമെന്ന് വിചാരിച്ചാണ് അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നിന്റെ അച്ഛൻ ഡ്രൈവർ ആയിരുന്നില്ലേ? എനിക്ക് വയ്യാത്തപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെയൊന്നും ഇരുന്നിട്ടില്ല. ഒന്നുകിൽ ആരെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ ബാമയെ കൂട്ടിന് വിളിക്കും, അല്ലാതെ നിന്റെ ഭാര്യയെ പോലെ ഭർത്താക്കന്മാരെങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്നുമില്ല എന്ന് ചന്ദ്രമതി പറയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്. നിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് നീ ഇപ്പോഴും അവളുടെ കാൽക്കീഴിൽ ഇരിക്കണമെന്നാണോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കും. അങ്ങനെയല്ലേ അമ്മേ, ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്, ഇന്ന് ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീകാന്ത് കുറ്റബോധത്തോടെ പറയും. ഭാര്യമാർ ഭർത്താക്കന്മാർ പറയുന്നത് കേട്ടിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ ചന്ദ്രമതി ഉപദേശിക്കും. ഞാൻ വരുന്ന വഴിക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളുടെ അഹങ്കാരത്തിന് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്, നീ ഇനി പുറകെ പോയിട്ട് വിളിക്കേണ്ട എന്ന് ചന്ദ്രമതി തറപ്പിച്ച് പറയാണ്. അവൾക്ക് തോന്നുമ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ, നീ മര്യാദക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഫോൺ കട്ട് ചെയ്തു. രേവതി അപ്പം തന്നെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി അമ്മ പിന്നെ എങ്ങനെയാ പറയാ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ സപ്പോർട്ടിന് നിൽക്കും. നിസാര കാര്യത്തിന് വർഷ ദേഷ്യപ്പെട്ടു പോയപ്പോഴേക്കും ചന്ദ്രമതിയുടെ തനി സ്വരൂപം പുറത്തേക്ക് വരുന്ന
അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.